കോതമംഗലം കോട്ടപ്പടിയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കാട്ടാന ആക്രമണം. കോട്ടപ്പടിക്കടുത്ത് വടക്കും ഭാഗത്ത് കാട്ടാന വീട് തകർത്തു. മോഹനൻ ഗോൾഡ ദമ്പതികളുടെ വീടാണ് തകർത്തത്. ലാൽ കൃഷ്ണൻ ആ വാർത്തയോട് വിവരങ്ങൾ ചെയ്യുന്നു. ലാൽ, ഈ കോട്ടപ്പടി എന്നുള്ള ഭാഗത്തൊക്കെ കാട്ടാന ശല്യമുള്ള സ്ഥലമാണോ? കാശ്മീർ ഇന്നലെ നമ്മളൊരു CCTV ദൃശ്യം കൊടുത്തിരുന്നു. ഒരു ബൈക്ക് യാത്രക്കാരനെ കാട്ടാന ഇടിച്ചിരുന്നതാണ് തലനാരിഴയ്ക്ക് ഒരാൾ രക്ഷപ്പെടുന്നത്. അതിന് സമീപ പ്രദേശം തന്നെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഈ വടക്കം ഭാഗം എന്ന് പറയുന്ന പ്രദേശം. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ ഭാഗത്ത് കാട്ടാനയുണ്ട്. കാട്ടാനയല്ല, കാട്ടാന കൂട്ടമുണ്ട്. 5-6 ആനകളുണ്ട്. അതിൻ്റെ കുഞ്ഞാനകൾ, കുട്ടിയാനകൾ തൊട്ടുള്ളതുണ്ട്. ആ ആനക്കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു കാട്ടാനയാണ് ഇന്നലെ രാത്രി 12:30 കൂടിയിട്ട് ഈ മോഹനൻ ഗോൾഡ ദമ്പതികളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും വീട് തകർക്കുകയും ചെയ്തത്. ഈ വീട് പെട്ടെന്ന് തകരുന്ന സൗണ്ട് കേട്ട്, ഇടിക്കുന്ന സൗണ്ട് കേട്ട് ഇവർ രണ്ടുപേരും ഉണരുകയും ആനയാണ് ആക്രമിക്കുന്നതെന്ന് കണ്ട് വീട്ടിൽ നിന്നിറങ്ങി ഓടുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന സ്ഥിതി ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കഥ നേരെ തിരിച്ചാകുമായിരുന്നു. കുറേ കാലമായിട്ട് അവിടെ സോളാർ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആ നാട്ടുകാരുടെ ജീവനോ സ്വത്തിനോ യാതൊരുവിധ സംരക്ഷണവുമില്ല. ഇപ്പോൾ ആനയുടെ കഥയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതേ മേഖലയിൽ തന്നെ പുലിയും അതോടൊപ്പം കരടിയും പോലും ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനോട് ഏകദേശം ചേർന്ന്, മലയാറ്റൂരിൻ്റെ മേഖലയോട് ചേർന്ന് തന്നെ പ്രദേശമാണ്. ഒരു പുഴയ്ക്ക് അക്കരയും ഇക്കരയും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പുഴ കടന്ന് കാട്ടാനകൾ എത്തുന്നതും ഈ പ്രദേശത്ത് നിരന്തരം ആക്രമണം നടത്തുന്നതും പതിവ് സംഭവമായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ, ഒരാഴ്ച മുമ്പാണ് ഒരു കാട്ടാന അവിടെ ഒരു കുളത്തിൽ വീണതും അതിന് തൊട്ട് പിന്നാലെ ഒരു കിണറ്റിൽ വീഴുന്ന അവസ്ഥയെല്ലാം ഉണ്ടായത്. ഈ സംഭവങ്ങളെല്ലാം നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇടപെടലുകൾ അവിടെ ശൂന്യമാണ്. അതുകൊണ്ട് തന്നെ കനത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരിപ്പോൾ. ഓക്കെ, കോതമംഗലത്താണ് കോട്ടപ്പടി കാട്ടാന ആക്രമണത്തിൽ തകർത്ത വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മോഹനൻ ഗോൾഡ ദമ്പതികളുടെ വീടാണ് അങ്ങനെ നിലംപരിശായി കമ്പോട് കമ്പ് തകർന്നു കിടക്കുന്നത്. ലാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.